ഹലോ കൂട്ടുകാരെല്ലാവരും എന്ത് ചെയ്യുന്നു? ഞാനിന്നേ മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് 3 മിനിറ്റുള്ള വീഡിയോ ഇതിൽ അപ്ലോഡ് ആവുന്നില്ല. എന്നാലും നോക്കാം. ഓക്കെ, ഞാൻ ചട്ടി വെച്ച് ചൂടായി കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ല. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ടോ ഫസ്റ്റ് ഉലുവ ഇടേണ്ടതാണ്. പക്ഷെ ഞാൻ ഉലുവ പൊടി ഇടുന്നത് കാരണം ഉലുവ ഇടുന്നില്ല. ഇതിന് മല്ലിപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, ഉലുവപ്പൊടിയുണ്ട്. ഓക്കെ, ഇത്ര ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഓക്കെ, പിന്നെ കുറച്ച് പേര് എന്നോട് ചോദിച്ചു ചേച്ചിയുടെ ഹോബി എന്താണെന്ന് ചോദിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഹോബി എന്ന് പറയുന്നത് തമിഴ് പാട്ട് കേൾക്കുക, തമിഴ് വീഡിയോ കാണുക, തമിഴ് സിനിമ കാണുക. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഹോബി. രണ്ടാമത്തെ ഹോബി എന്താണെന്ന് വെച്ചാൽ ചോറ് മീൻകറി. ഇതാണ് എൻ്റെ രണ്ടാമത്തെ ഹോബി. ഓക്കെ, അപ്പോൾ അങ്ങനെ ചോദിച്ചു. പിന്നെ കുറച്ച് പേര് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും സുഖമാണ്. എല്ലാവരോടും ഞാൻ പറയുന്നതിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഒരു സന്തോഷമല്ലേ ഇതൊക്കെ? മനുഷ്യർക്ക് ഒരു ഉപകാരം ചെയ്യുന്നതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഓരോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കൂടെ? വലിയ വ്ളോഗറൊന്നും അല്ല ഞങ്ങൾ. ഇങ്ങനെ പതുക്കെ ആയിട്ട് ഇങ്ങനെ അതായത് പിച്ച വെച്ച് നടക്കുന്ന പോലെ ആരംഭിച്ചിട്ടേ ഉള്ളൂ. വലിയ വ്ളോഗറൊന്നും ആവാൻ ആഗ്രഹമില്ലെങ്കിലും ചെറിയ വീഡിയോ ചെയ്യുമ്പോൾ സബ്സ്ക്രൈബുകൾ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. ഓക്കെ, അപ്പോൾ ഇത് മുളക് പൊടി നല്ലോണം മൂക്കണം. മൂത്തിട്ട് നല്ല പച്ചമണമൊക്കെ മാറുമല്ലോ. പലരും പല രീതിയിലാണ് കറി വെക്കുന്നത്. ഇതിൻ്റെ പെട്ടെന്നുള്ളൊരു കറിവെപ്പാണ്. കാരണം നമുക്ക് എവിടെയും കത്തി വെച്ചിട്ടൊക്കെ പോകാൻ നിൽക്കുമ്പോൾ ഒന്ന് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് പോകാമല്ലോ. അപ്പോൾ ഇത് പെട്ടെന്നുള്ളൊരു തട്ടിക്കൂട്ടൽ കറിയാണ്. അപ്പോൾ അത് മുളക് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ട്. പക്ഷേ കറിവേപ്പിലയില്ല. ഓക്കെ, കറിവേപ്പില തീർന്നു പോയി. പിന്നെ ഞാൻ വാങ്ങാനും വിട്ടുപോയി. സാധാരണ എല്ലാവരും ഉലുവ പൊട്ടിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ മൂപ്പിച്ചിട്ടല്ലേ മുളക് പൊടി ഇടുക. ഇത് ഞാൻ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് ജോലിയും തീരും. പക്ഷേ ഈ കറിക്കൊരു പ്രത്യേകത ടേസ്റ്റാണ്. മുളക് പൊടിയെല്ലാം നല്ല മൂത്തതിന് ശേഷം നമ്മുടെ തക്കാളിയൊക്കെ ഇട്ട് കറിവേപ്പില ഇല്ല കേട്ടോ ഇതിൽ. കറിവേപ്പിലയൊക്കെ ഇട്ട് നമ്മളൊന്ന് കറി വെച്ചെടുത്ത് ഇത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ പുളിവെള്ളവും പിഴിഞ്ഞൊഴിച്ച് എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്, ഈ കറിക്ക്. മറ്റു കറികളും ഇച്ചിരി ടേസ്റ്റാണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാറുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ അറിയില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക.